ടൊയോട്ട പോളിസ് 2001 മോഡൽ വണ്ടിയാണിത്. ഇതിൽ കംപ്ലൈൻറ്റ് വന്നിട്ട് അവർ ഓടിക്കുമ്പോൾ സൗണ്ടുകൾ വ്യത്യാസമായ സൗണ്ടുകൾ വീലിൽ നിന്ന് വരുന്നത്. അത് നോക്കിയതാണ്, വണ്ടി ഓടിച്ച് നോക്കിയതാണ്, ഞാൻ കസ്റ്റമർ കൂടെ ഓടിച്ച് നോക്കിയതാണ്. അതിൽ ഫ്രണ്ട് വീൽ ബെയറിങ്ങും പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ടയറിൻ്റെ ഒരു പ്രശ്നവും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് സൗണ്ട് വരുന്നത്. ഫ്രണ്ട് വീൽ ബെയറിങ് ഫ്രണ്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും പോയിട്ടുണ്ട്. ടയറും ഒരു വ്യത്യാസമായിട്ടാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ഒരു തേഞ്ഞ് നിൽക്കുന്നുണ്ട്, ഇവിടെ ബിഗ്ഗായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്. ഇവിടെ മാത്രമല്ല, ടയറൊന്ന് തിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ടാണ് സൗണ്ട് വരുന്നത്. വീൽ ബെയറിങ് എന്തായാലും മാറ്റണം, എന്നിട്ട് ടയറും മാറ്റുന്നതാണ് ഗുണം. എന്നാൽ തന്നെ ആ സൗണ്ടുകൾ നിൽക്കുള്ളൂ. പിന്നെ ക്ലച്ച് ഒരുപാട് ടൈറ്റാണ്. ഒന്ന് ഇറങ്ങടാ, ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്. ക്ലച്ച് പെഡൽ ടൈറ്റും പുള്ളി നേരെ കിട്ടുന്നുമില്ല. ടൈറ്റ് ഒരുപാട് ടൈറ്റ് ഉണ്ട്. കാല് വെച്ച് ഇങ്ങനെ ആക്കണം, അത്രയും സൗണ്ട് ഇതുണ്ട്. ഓടിക്കുമ്പോൾ തന്നെ പുള്ളിങ്ങും തീരെ കുറവാണ്. അങ്ങനെ റൈസ് ആകുക, എഞ്ചിൻ മാത്രം റൈസ് ആകുക, നേരെ പുള്ളിയും കിട്ടുന്നില്ല. ഈ 2 കംപ്ലൈൻറ്റ് കൊണ്ടാണ് വന്നത്. മറ്റുള്ള പണികളും ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല. ഈ അത്യാവശ്യം പണി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് വീൽ ബെയറിങ് ചെയ്യുന്നുണ്ട്, ബാക്കിൽ നോക്കിയിട്ടില്ല, അതൊന്ന് നോക്കുകയും വേണം. ബെയറിങ്ങും അതേപോലെ ക്ലച്ചും അതാണ് നമുക്ക് തന്നത്. തിരുപ്പൂരിൽ നിന്ന് വന്ന വണ്ടിയാണിത്. അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യാം. വീൽ ബെയറിങ്ങും അതേപോലെ ക്ലച്ചും മാറ്റിത്തരാം. ക്ലച്ച് അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ കംപ്ലൈൻറ്റ് വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം കിലോമീറ്റർ വന്നിട്ട് 4 ലക്ഷം ഓടിയിട്ടുണ്ട് വണ്ടി. 4 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എല്ലാ പോളിസും വരുമ്പോൾ 4ൻ്റെ മേലെയാണ് വരുന്നത്. അതിൻ്റെ പുറകിലും വരുന്നുണ്ട്, പക്ഷേ വർഷങ്ങളായില്ലേ. ഇപ്പോൾ 2000 വർഷമായി. 2001 മോഡലാണ്. ഇപ്പോൾ 2026 എത്ര വർഷമായി? അപ്പോൾ ഒരുപാട് വർഷമായല്ലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് കാണിച്ചു തരാം. ഞാൻ ക്ലച്ചിൻ്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാം. ഗിയർ ബോക്സ് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബെയറിംഗ് ഒന്ന് നോക്കണം. അത് കുഴപ്പമില്ല, എന്നാലും മാറ്റി വിടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഫ്ലൈ വീല് അധികം ഡാമേജ് ഇല്ല. പേപ്പർ ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി, തുടച്ചാൽ മതി, ക്ലിയർ ആയിരിക്കും. അത് എന്തായാലും ചെയ്യണം. ചെയ്താൽ തന്നെ നമുക്ക് പുള്ളിങ് അധികം കിട്ടുകയുള്ളൂ. ക്ലച്ച് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല, വേണ്ട പണികളൊക്കെ ചെയ്യണം. എന്ത് പണിയാണോ അതൊക്കെ ചെയ്താൽ തന്നെ ഒന്നുകൂടെ ബെറ്റർ ആവുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ബുഷ് പൊട്ടിപ്പോയിരിക്കുകയാണ്, ഉള്ളിലില്ല. അത് പിള്ളേർ എടുത്തതാണത്. ഇനിയിപ്പോൾ എന്തായാലും അത് ക്ലീൻ ചെയ്യണം. ടോപ്പ് മാത്രം ഒന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യണം. ഈ പീസ് മാത്രമേ ഇല്ലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പൊട്ടിപ്പോയി. ബ്ലാക്ക് അടിയിൽ വരുന്ന ബ്ലാക്ക് ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇന്നൊന്ന് എന്തായാലും ഇതൊന്ന് അഴിച്ചിട്ട്, ടോപ്പ് മാത്രം ഒന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച് പേസ്റ്റ് ഇട്ട് കയറ്റിയിട്ട് ഇതാക്കണം. എന്നാൽ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആവുള്ളൂ. പിന്നെ റിലീസ് ബെയറിങ്ങും മാറ്റണം, അതുപോലെ തന്നെ ക്ലച്ചും മാറ്റണം. അത് അഴുക്കും തുരുമ്പും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല, എല്ലാം ഡാമേജാണ്. ക്ലച്ച് വന്നിട്ട് കാണിച്ചു തരാം. ടോപ്പിലാണ് ഉള്ളത്, ഞാൻ മേലെ കയറിയിട്ട് കാണിച്ചു തരാം. ഇതിനകത്തുള്ളത് ബ്രാൻഡ് നോക്കിയിട്ടില്ല, അത് തീരെ കുറവാണ്. പുള്ളിങ് ഇല്ല വണ്ടിക്ക്, ഡൗണാണ്. ഉണ്ടല്ലേ, ഡൗണായി നിൽക്കുകയാണ്, തേഞ്ഞ് നിൽക്കുകയാണ്. ബ്രാൻഡ് ലൂക്കിൻ്റെ തന്നെ നേരത്തെ ഉള്ളത്. എന്നാൽ ഇത്രയും ലെവലായതുകൊണ്ട് ടൈറ്റാണ്, ഫുള്ള് തേഞ്ഞ് നിൽക്കുകയാണ്. കണ്ടീഷൻ ഒരുപാട് തേഞ്ഞ് നിൽക്കുകയാണ്. അതിന് ചെറുതായിട്ടല്ല, കംപ്ലീറ്റായി പോയി. ഇനിയിപ്പോൾ നമുക്ക് ഇടുന്നത് ലൂക്കിൻ്റെ തന്നെയാണ് ഇതിനകത്തും ഇടുന്നത്. അതേപോലെ തുരുമ്പ് കണ്ടില്ല, അങ്ങോട്ട് ഇങ്ങനെ തിരുമ്പി തന്നെ എന്താ ഇത്രയും തുരുമ്പാണ് വരുന്നത്. അതുമാത്രമല്ല, ലെഗും പോയിട്ടുണ്ട്, പൊട്ടിപ്പോയതല്ല, മൈനസായി. കാണിച്ചു തരാം. അല്ല, ഡൗണായി നിൽക്കുകയാണ്. ഫിംഗർ ഫുള്ള് ഡൗണാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലമായില്ല, അതുകൊണ്ടാണ് ഇത്രയും ഡാമേജ് വന്നത്. ഫിംഗർ ഡൗണായി നിൽക്കുകയാണ്, പൊട്ടിയതല്ല, ഡൗണായി. അപ്പോൾ ടൈറ്റാവും, എനർജിയും കിട്ടില്ല, ഒന്നും കിട്ടില്ല, ഡൗണാണത്. ഇത് മാറ്റണം. ഇതും ലൂക്കിൻ്റെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. റിലീസ് ബെയറിങ്ങും
അത്യാവശ്യം എല്ലാ ക്ലച്ച് മാറ്റുമ്പോൾ നമ്മൾ റിലീസ് ബെയറിങ് മാറ്റി വെക്കും. അതും ബെയറിങ് അടക്കം സൗണ്ടാണ്. വെക്കുന്നതും ലൂക്കിൻ്റെ തന്നെയാണ്. ലൂക്കിൻ്റെ ക്ലച്ച് വന്നിട്ട് ഏകദേശം 7867 വരുന്നുണ്ട്. 8,000 രൂപൻ്റെ അടുത്ത് വരുന്നുണ്ട് ലൂക്കിൻ്റെ. എല്ലാ വണ്ടിക്കും നമ്മൾ ഇന്നോവയ്ക്കും പോളിസിനും എല്ലാം ലൂക്കിൻ്റെയാണ് ഇടുന്നത്. മാരുതിക്ക് വേറൊരു വണ്ടികൾക്ക് അതിടില്ല, ലൂക്കിൻ്റെ ഇടില്ല. ലൂക്ക് വന്നിട്ട് ടൊയോട്ടയ്ക്ക് തന്നെ മെയിൻ. അതേപോലെ ഫോർച്യൂണർ ആണെന്നുണ്ടെങ്കിലും ഒറിജിനൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതർ ബ്രാൻഡാണ് ഇടുന്നത്. ലൂക്കിൻ്റെ ഇട്ടാലും ഗുണമില്ല. ലൂക്ക് വന്നിട്ട് പോളിസ് ഇന്നോവ അതിലാണ് ബെറ്റർ. മറ്റുള്ള ബ്രാൻഡ് വേറെയുള്ള വണ്ടികൾക്ക് അങ്ങനെയാണ് എപ്പോഴും ഇടുന്നത്. അതേപോലെ ലൂക്കാണ് ഇതിലും വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ ബുഷും ഒറിജിനലാണ് ഇടുന്നത്. പിന്നെ വീൽ ബെയറിങ് ഒറിജിനലല്ല ഇടുന്നത് ഈ വണ്ടിക്ക്. ഒറിജിനൽ വേണ്ട, കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെ ഒറിജിനൽ വേണ്ട, ബാക്കിയുള്ള ഏതെങ്കിലും ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറിജിനൽ തന്നെ ഇടും. കസ്റ്റമറിൻ്റെ റിക്വസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ വേറെ ബ്രാൻഡിനെയാണ് ഇടുന്നത്. അന്നേരം മാറ്റാം. അതുപോലെ തന്നെ ബെയറിങ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലോവർ ആം ബോൾ ജോയിൻറ്റ് കംപ്ലൈൻ്റ് ആണ് അതിനകത്ത്. അതും മാറ്റുന്നുണ്ട്, മാറ്റിയിട്ട് നമുക്കൊന്നുകൂടെ ഓടിച്ച് നോക്കാം. ഫുള്ള് ചെക്കപ്പ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞതാണ് ഫുള്ള് ചെക്ക് ചെയ്യണം എന്നുള്ളത് കസ്റ്റമറിൻ്റെ അടുത്ത്. പക്ഷേ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതുപോലെ നോക്കിയതാണ്. ഇത് മാത്രം ബെയറിങ് പോയിട്ടുണ്ട്. അതേപോലെ ലോവർ ആം ബോൾ ജോയിൻറ്റും പോയിട്ടുണ്ട്. അത് രണ്ടും മാറ്റുന്നുണ്ട്. അടി നല്ലവണ്ണം ഉണ്ട്. ഇനിയും നോക്കാനുണ്ട്. അടിയുണ്ട്. അത് ഫുള്ളായിട്ട് മാറ്റിയിട്ടില്ല. എന്തായാലും ഒന്നുകൂടെ ഓടിച്ച് നോക്കാം. അത്യാവശ്യം ഐറ്റങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ലോവർ ആം ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട് 2 എണ്ണം. വീൽ ബെയറിങ്ങും മാറ്റിയിട്ടുണ്ട്. പിന്നെ ക്ലച്ചും മാറ്റിയിട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ. ക്ലച്ച്, റിലീസ് ബെയറിങ്, അതിൻ്റെ ഗിയർ ലിവർ ബുഷും മാറ്റിയിട്ടുണ്ട്. അത്രേ മാറ്റിയിട്ടുള്ളൂ. ഇനിയും പണിയുണ്ട് ഇതിനകത്ത്. പിന്നെ ചെയ്യാമെന്നാണ് കസ്റ്റമർ പറയുന്നത്. ഇപ്പം തന്നെ ചെയ്യേണ്ട, പിന്നെ ചെയ്താൽ മതി എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അർജൻറ്റായിട്ട് വണ്ടി വേണം. ക്ലച്ച് തീരെ പോയതാണ്, ഞാൻ കാണിച്ചു തന്നല്ലോ. ക്ലച്ച് ഇല്ലവേ ഇല്ല. അത് അത്രയും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ക്ലച്ച് നമ്മൾ ഇട്ടത് ലൂക്കിൻ്റെയാണ് ഇട്ടത്. അത് പറഞ്ഞു തന്നല്ലോ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ലൂക്കിൻ്റെ. വേറെ കമ്പനിയിൽ വരുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ഗുണം ആണ്. പക്ഷേ ഇത്രയും എനർജി കിട്ടില്ല നമുക്ക്. പുള്ളിങ് അടക്കം കിട്ടില്ല. അതേപോലെ പെഡലടക്കം ഹാർഡായി നിൽക്കും. ഫ്രീ ആയിട്ട് കിട്ടില്ല. അത് ലൂക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഫ്രീ ആയിട്ട് കിട്ടും. ഒരു 80-70 വരെ ഓടിക്കാം, കുഴപ്പമില്ല. 80,000 കിലോമീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ 70,000 കിലോമീറ്റർ ഓടിക്കാം. ഹൈവേയിലാണ് ഓടിക്കുന്നത് ഞാൻ. ഇനി ഓഫ് റോഡിൽ ഒന്ന് ഓടിച്ച് നോക്കണം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കിയിട്ടേ ഇല്ല. വണ്ടി വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞതും കസ്റ്റമർ പറഞ്ഞതും ക്ലച്ചും വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ടും ഉണ്ട്, അതും മാറ്റണം എന്നാണ് അവർ പറഞ്ഞത്, കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് വണ്ടി വേണം പറഞ്ഞപ്പോൾ നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഓടിക്കണമല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാണിക്കും വേണമല്ലോ, പറഞ്ഞും കൊടുക്കണമല്ലോ. പക്ഷേ സൗണ്ടുകൾ മാത്രം കേൾക്കും. നമുക്ക് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് അറിയില്ല. അത് നമ്മൾ ലിഫ്റ്റിൽ കയറ്റി നോക്കിയാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് ഓടിച്ച് ഓഫ് റോഡിൽ ഓടിച്ച് നോക്കണം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാമല്ലോ. ഇന്ന പോലെ സൗണ്ട് വരുന്നുണ്ട്, 1 ദിവസം 2 ദിവസം തന്നാൽ തന്നെ, അല്ലെങ്കിൽ 3 ദിവസം തന്നാൽ തന്നെ എല്ലാം ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഓഫ് റോഡിൽ ഓടിക്കുന്നത്. ഇങ്ങനെ പണികളുണ്ട്, കസ്റ്റമർ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് പറയണം ഇന്ന കംപ്ലൈൻറ്റ് ഉണ്ട്, സൗണ്ടുകളുണ്ട്, അത് 2 ദിവസം തരണം എന്ന് പറയാമല്ലോ. ഇപ്പോൾ സൗണ്ട് ഉണ്ട്. ലോവർ ആം ബോൾ ജോയിൻറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പുറാം അധികം ബുദ്ധിമുട്ടില്ല, എന്നാലും അടി വരുന്നുണ്ട്. ബുഷ് കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആണ്, പോയിട്ടുണ്ട്. നോക്കിയതാണ് ഞാൻ, ക്ലച്ച് ചെയ്യുമ്പോൾ തന്നെ നോക്കിയതാണ്. അതിൽ ബുഷ് കിറ്റും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലിങ്ക് റോഡോ ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റോ അത് ടൈറോഡുണ്ടോ ഒന്നും പോയത് ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് അത് വണ്ടി വന്നാൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ പണി ചെയ്യുമ്പോൾ തന്നെ ടൈം ആവും. ഇപ്പം നമുക്ക് നോക്കാനായിട്ടും ടൈം ആവും. അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തില്ല. ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് സൗണ്ടുകൾ ഒരുപാട് വരുന്നുണ്ട് ഇതിനകത്ത്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് യോക്ക്, അതേപോലെ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ്, അതിൻ്റെ പ്ലേ അധികം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഓയിൽ സർവീസിങ് ചെയ്തിട്ടില്ല. അത് പിന്നെ അവരിൻ്റെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു കസ്റ്റമറിൻ്റെ, തമിഴ്നാട് വണ്ടിയാണ്, തിരുപ്പൂർ. അവർക്ക് വേറെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ നിന്ന് പണിയെടുത്തിട്ട് പോയിട്ടാണ് അടുത്ത വണ്ടിയും കൊണ്ട് വന്നത്. അതും 3 ലക്ഷത്തി ചില്ലാനും ഓടിയിട്ടുണ്ടെന്ന് തോന്നണം. ഇത് 4 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ എൻജിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. എല്ലാം നോക്കിയതാണ്, വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയതാണ്. അത്യാവശ്യം ഫുൾ ചെക്കപ്പ് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കസ്റ്റമറും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ വണ്ടി എന്തായാലും കൊടുക്കണമല്ലോ. അലൈൻമെൻറ്റും നോക്കിയിട്ടില്ല. അത് അവർ പോയിട്ട് നോക്കും, ഇവിടെ തന്നെ നോക്കിയിട്ട് വണ്ടി കൊണ്ടുപോകും. ഇപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു സാധനം മാറ്റിയിട്ടില്ല. ഇതിനകത്ത് ലോവർ ആം ബോൾ ജോയിൻറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് അധികം കംപ്ലൈൻറ്റ് വരില്ല എന്തായാലും. ബോൾ ജോയിൻറ്റ് മറ്റേ ഷെയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് ടൈറോയിൻ്റെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്തിട്ടേ വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വണ്ടികൾ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാറ്റിയ സാധനങ്ങളാകെ 3-4 സാധനങ്ങൾ മാറ്റിയിട്ടുള്ളൂ. എൻജിൻ മറ്റേ ക്ലച്ചിൻ്റെ കാര്യം എന്തൊക്കെ മാറ്റണോ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ലോവർ ആം ബാരിങ്, ഫ്രണ്ട് വീൽ ബാരിങ്, ബാക്കിൽ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ കസ്റ്റമർ പറഞ്ഞത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ മിടിക്കുന്ന പോലെ മിടുപ്പ് വരുന്നുണ്ട്, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീലടക്കം ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ്. അത് വരുന്നത് ടയറിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞും കൊടുത്തു. പക്ഷേ ടയറിൻ്റെ അല്ല, അത് വന്നത് ലോവർ ആം ബോൾ ജോയിൻറ്റ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് വന്നത്. ഇപ്പോൾ മെയിൻ റോഡ് ഓടിച്ച് നോക്കുമ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. മിടുപ്പോ തരിപ്പോ ഒന്നുമില്ല, റിയലായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്. പുള്ളിങ് അടക്കം അധികം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലച്ച് മാറ്റിയപ്പോഴാണ് ഇത്രയും പുള്ളിങ് വരുന്നത്. റിയലായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, പുള്ളിങ് അടക്കം റിയലായിട്ട് വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. Thank you.